1984 ഓഗസ്റ്റിൽ ഇറങ്ങിയ ഓണപ്പതിപ്പിലാണ് ബാലരമയിൽ ആദ്യ മായാവി കഥ പ്രസിദ്ധീകരിച്ചത്. അതേ മാസം തന്നെയാണ് ഇന്ത്യയിലെ ആദ്യ 3D സിനിമയായ മൈ ഡിയർ കുട്ടിച്ചാത്തൻ റിലീസ് ചെയ്തത്. മാസത്തിൽ ഒന്നിറങ്ങിയിരുന്ന ബാലരമ മായാവി കഥ ആരംഭിച്ച് 3 മാസത്തിനകം ദ്വൈവാരികയായി. അതായത് വായന ഇരട്ടിയായി. രാജുവും രാധയും ഡാഗിനിയും ആദ്യ മായാവി കഥയിൽ തന്നെ വന്നു. എന്നാൽ 1 വർഷത്തോളം ലേറ്റായാണ് കുട്ടൂസനിൽ ലുട്ടാപ്പി എത്തിയത്. മായാവിക്ക് പുതിയൊരു എതിരാളി ലുട്ടാപ്പി എന്ന ദുഷ്ടനായ കുട്ടിച്ചെകുത്താൻ. 1985 ജൂൺ ലക്കത്തിൽ ബാലരമയിൽ ഇങ്ങനെ ഒരു പരസ്യം പ്രത്യക്ഷപ്പെട്ടു. തൊട്ടടുത്ത ലക്കത്തിൽ ഡാഗിനി ലുട്ടാപ്പിയെ തേടി പോകുന്ന കഥ വന്നു. പരസ്യത്തിൽ ഇടം കിട്ടാതിരുന്ന ഒരാൾ കൂടി ആ കഥയിലൂടെ രംഗത്തെത്തി. ലുട്ടാപ്പിയുടെ യജമാനനായ കുട്ടൂസൻ. ഡാഗിനിയാണ് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ കഥകളുടെ ലെവൽ തന്നെ മാറി. ദുഷ്ടനായ കുട്ടിച്ചാത്തൻ എന്ന വിശേഷണമൊക്കെ വേഗം ലുട്ടാപ്പിയെ വിട്ടുപോയി. തരതലയും തമാശയും പറയുന്ന മണ്ടത്തരങ്ങൾ പറ്റുന്ന ഒരു വികൃതി കുട്ടിയുടെ പരിവേഷത്തോടെ പലപ്പോഴും മായാവിയേക്കാൾ സ്കോർ ചെയ്യുന്ന കഥാപാത്രമായി ലുട്ടാപ്പി. ആദ്യ കഥകളിൽ ലുട്ടാപ്പി കുന്തത്തിൽ പറഞ്ഞിരുന്നത് ദേ ഇങ്ങനെ ഇരുന്നാണ്. ലോകമെമ്പാടുമുള്ള മിക്ക കോമിക് കഥാപാത്രങ്ങളെയും പോലെ മായാവി കഥയിലെ പല കഥാപാത്രങ്ങൾക്കും പിൽക്കാലത്ത് ചില്ലറ മാറ്റങ്ങളൊക്കെ വന്നു. മാറിയ കാലത്തിനൊപ്പം 2009 മായാവിയുടെയും ലുട്ടാപ്പിയുടെയും രാജുവിൻ്റെയും രാധയുടെയും എല്ലാം വേഷവും മാറി. മായാവിയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ആരാണെന്ന് കമൻറ്റ് ചെയ്യണേ.